لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെയാകട്ടെ ജിന്നുകളെയാകട്ടെ അള്ളാഹുവിന് ഇബാദത്തെടുക്കാനും തൗഹീദ് ജീവിതത്തിൽ കൊണ്ടുവരാനും വേണ്ടിയിട്ടല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല. സൂറത്തു ദാരിയാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയാകട്ടെ മനുഷ്യരെയാകട്ടെ എനിക്ക് മാത്രം ഇബാദത്തെടുക്കാൻ വേണ്ടിയിട്ടല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. അവരെനിക്ക് റിസ്ക് നൽകണമെന്നോ ഉപജീവനം നൽകണമെന്നോ അവരെനിക്ക് ഭക്ഷണം നൽകണമെന്നോ ഞാൻ അവരിൽ നിന്ന് ഉദ്ദേശിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാണുന്ന ആകാശഭൂമികളെ മുഴുവൻ സൃഷ്ടിച്ചത് ഈ തൗഹീദ് ജീവിതത്തിൽ പകർത്തുവാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് കാലാകാലങ്ങളിലായി മനുഷ്യരെപ്പോഴെല്ലാം തൗഹീദിൽ നിന്ന് വേർതിരിയുന്നുവോ, തൗഹീദിൽ നിന്ന് അകന്നു പോകുന്നുവോ, അപ്പോഴെല്ലാം തന്നെ പ്രവാചകന്മാരെ ഇക്കാര്യം പറയുവാനായി, ഓർമ്മപ്പെടുത്തുവാനായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വലികുല്ലി ഖൗമിൻ ഹാദ്. ഓരോ സമുദായത്തിനും നാം സന്മാർഗദർശികളായ, അതിലേക്ക് നയിക്കുന്ന റസൂലുകളെ, പ്രവാചകന്മാരെ നാം നിയോഗിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാരെല്ലാം, ആ റസൂലുകളെല്ലാം, അവരെല്ലാം ഈ ലോകത്ത് വന്ന് വിളിച്ചു പറഞ്ഞത്, സമുദായത്തെ ക്ഷണിച്ചത്, ജനങ്ങളെ ബോധവൽക്കരിച്ചത് തൗഹീദിന്റെ വിഷയത്തിലായിരുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ. നാം എല്ലാ ഉമ്മത്തിലേക്കും റസൂലുകളെ നിയോഗിച്ചിട്ടുണ്ട്. എല്ലാ ഉമ്മത്തിലേക്കും നാം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അവരെല്ലാവരും പറഞ്ഞത് അനി അബ്ദുല്ലാഹ്,
നിങ്ങൾ അല്ലാഹുവിന് ഇബാദത്ത് എടുക്കുക. വജ്തനിബു ത്വാഗൂത്ത്, നിങ്ങൾ ത്വാഗൂത്തുകളിൽ നിന്ന്, അല്ലാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന, അല്ലാഹുവിന് പുറമെ നിരുപാധികം അനുസരിക്കപ്പെടുന്ന, അതല്ലെങ്കിൽ അല്ലാഹുവിനെതിരായി അനുസരിക്കപ്പെടുന്ന ത്വാഗൂത്തുകളെ നിങ്ങൾ വെടിയണമെന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ ഒരു പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല. അല്ലെങ്കിൽ എല്ലാ പ്രവാചകന്മാരെയും അപ്രകാരമാണ് നിയോഗിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. വമാ അർസൽനാ, നാം അയച്ചിട്ടില്ല, മിർ റസൂലിൻ, ഒരു റസൂലിനെ പോലും, ഒരു പ്രവാചകനെ പോലും നാം അയച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ, നാം അവർക്ക് വഹയി നൽകിക്കൊണ്ടല്ലാതെ, ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന തൗഹീദിന്റെ വാക്യം അവർക്ക് വഹയി നൽകാതെ, ഫഅ്ബുദൂൻ, നിങ്ങൾ എനിക്ക് ഇബാദത്ത് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. സൂറത്തുൽ അൻകബൂത്തിലും സൂറത്തു ഹൂദിലും നിരന്തരമായി പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞപ്പോഴെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ പ്രവാചകന്റെ ചരിത്രം ആരംഭിച്ചപ്പോഴെല്ലാം പറഞ്ഞു, അവരെല്ലാം പറഞ്ഞു, യാ ഖൗമി ഇഅ്ബുദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറഹു, യാ ഖൗം, എന്റെ സമുദായമേ, ഇഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കണം, മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറഹു, അവനല്ലാത്ത മറ്റൊരു ഇലാഹ് നിങ്ങൾക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞയച്ചപ്പോൾ അവിടുത്തോട് പ്രഖ്യാപിക്കാനായി കൽപ്പിച്ചു, ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറ അന വമൻ ഇത്തബഅനി വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ, പറയുക പ്രവാചകരെ, ഹാദിഹി സബീലി, ഇതാകുന്നു എന്റെ വഴി, അദ്ഉ ഇലല്ലാഹ്, ഞാൻ ക്ഷണിക്കുന്നത് അല്ലാഹുവിലേക്കാണ്. ലോക പ്രവാചകന്മാരിൽ, ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആദ്യം ക്ഷണിച്ചത് അല്ലാഹുവിലേക്കാണ്. അലാ ബസീറത്തിൻ, വ്യക്തമായ ഉറച്ച ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിതിലേക്ക് ക്ഷണിക്കുന്നത്. അന വമൻ ഇത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയവരും. വസുബ്ഹാനല്ലാഹ് വമാ അന മിനൽ മുശ്രിക്കീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധനാണ്. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ഒരിക്കലും ശിർക്ക് ചെയ്യുന്നവരിൽപ്പെട്ടവനല്ല. ഇസ്ലാമിക ദഅവത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ കൽപ്പിച്ച ഇക്കാര്യത്തിലാണ് ഇസ്ലാമിന്റെ ദഅവത്ത് ഒതുങ്ങിക്കിടക്കുന്നത്. ഹാദിഹി സബീലി, ഇതാകുന്നു എന്റെ വഴി, അദ്ഉ ഇലല്ലാഹ്, ഞാൻ ക്ഷണിക്കുന്നത് അല്ലാഹുവിലേക്കാണ്. എന്റെ വ്യക്തിത്വത്തിലേക്കല്ല, എന്റെ ചിന്തയിലേക്കല്ല, മറ്റേതെങ്കിലും വ്യക്തി ദൈവങ്ങളിലേക്കല്ല, താഗൂത്തുകളിലേക്കല്ല, സംഘടനകളിലേക്കല്ല, സംഘങ്ങളിലേക്കല്ല, മറിച്ച് അല്ലാഹുവിലേക്കാണ്. അലാ ബസീറ, അക്ഷണിക്കുന്ന കാര്യത്തിൽ എനിക്ക് വ്യക്തമായ ഉറപ്പുണ്ട്, തെളിവുണ്ട്. അന വമൻ ഇത്തബഅനി വസുബ്ഹാനല്ലാഹ് വമാ അന മിനൽ മുശ്രിക്കീൻ. അതോടൊപ്പം ഒരു ദാഇ, ഒരു പ്രബോധകൻ ശിർക്കിൽ നിന്ന് അങ്ങേയറ്റം അകന്നു നിൽക്കുന്നു. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ശിർക്ക് ചെയ്യുന്നില്ല എന്നല്ല. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ മുശ്രിക്കുകളിൽ പെട്ടവനല്ല. തൗഹീദിലേക്കുള്ള ക്ഷണവും ശിർക്കിൽ നിന്നുള്ള താക്കീതുമാണ് ഒരു മുസ്ലിമിന്റെ ജീവിതം. അതിനുവേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. എല്ലാ മനുഷ്യരെ ആകമാനം സൃഷ്ടിച്ചിട്ടുള്ളത് തൗഹീദ് പാലിക്കാനും ശിർക്കിൽ നിന്ന് അകന്നു നിൽക്കുവാനും വേണ്ടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ദിൽമജാദിലെ ചന്തയിൽ ഉയരമുള്ള പ്രദേശത്ത് കയറി നിന്ന് ഇപ്രകാരം വിളിച്ചു പറയാറുണ്ടായിരുന്നു, യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കണം.
തുഫ്ലിഹു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിജയിക്കും. വതംലികു ലകുമുൽ അറബു വതദീനു ലകുമുൽ അജം, അറബികൾ നിങ്ങൾക്ക് കീഴൊതുങ്ങുകയും അനറബികൾ നിങ്ങൾക്ക് കാൽ കീഴിലൊത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ ജീവിതത്തിൽ പകർത്തണം. റസൂലുള്ളാഹിയുടെ ദഅവത്തായിരുന്നു ഇത്. പ്രിയപ്പെട്ട മുസ്ലിം സഹോദര, നമ്മളും തൗഹീദും തമ്മിലുള്ള ബന്ധം എന്താണ്? പ്രവാചകന്മാരെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊരു കാര്യം കൊണ്ടയച്ചോ? ആകാശഭൂമികളെ എന്തൊന്നിനു വേണ്ടി അല്ലാഹു സൃഷ്ടിച്ചോ? വേദഗ്രന്ഥങ്ങൾ എന്തൊരു കാര്യത്തിനു വേണ്ടി അല്ലാഹു ഇറക്കിയോ? ആ പ്രധാനപ്പെട്ട വിഷയത്തിൽ നമ്മുടെ അറിവെന്താണ്? നമ്മുടെ വിജ്ഞാനം എന്താണ്? തൗഹീദിന്റെ കാര്യത്തിൽ നമ്മുടെ അവസ്ഥ എന്താണ്? കേവലം പുറമേക്കുള്ള ചില വിവരങ്ങൾക്കപ്പുറത്തേക്ക് തൗഹീദ് എന്താണെന്ന് പഠിക്കാൻ, അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ സഹോദര, നിന്റെ സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള ലക്ഷ്യം പോലും നീ പൂർത്തീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് പ്രധാനമുള്ള കാര്യമാണ്, ഗൗരവമുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഖദ് ഊഹിയ ഇലൈക വഇല الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين. വലഖദ് ഊഹിയ ഇലൈക, അല്ലാഹുവിന്റെ റസൂലേ അങ്ങേക്ക് നാം വഹയി നൽകിയിരിക്കുന്നു. വഇല الذين من قبلك, നിനക്ക് മുന്നേയുള്ളവർക്കും നാം വഹയി നൽകിയിരിക്കുന്നു. لئن أشركت ليحبطن عملك ولتكونن من الخاسرين. നീ ശിർക്ക് ചെയ്യുകയാണെങ്കിൽ, നീ തൗഹീദിൽ നിന്ന് അകലുകയാണെങ്കിൽ ലയഹ്ബതന്ന അമലുക്, നിന്റെ അമലുകളൊക്കെ ബാത്തിലാണ്, അതെല്ലാം നിഷ്ഫലമാണ്, വെറുതെയാണ്, ഒരു കാര്യവുമില്ല. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നഷ്ടക്കാരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെട്ടു പോകും. പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞതിന് ശേഷം, അവരുടെ ഫദായിലുകൾ, അവരുടെ ശ്രേഷ്ഠതകൾ ഓർമ്മപ്പെടുത്തിയതിനു ശേഷം അല്ലാഹു പറയുന്നു പ്രവാചകന്മാരുടെ കാര്യം, റസൂലുകളുടെ കാര്യം, അവരെ കുറിച്ച് ചരിത്രം പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയുന്നു, വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. വലൗ അശ്റകൂ, അവർ ശിർക്ക് ചെയ്യുകയാണെങ്കിൽ, റസൂലുകൾ ശിർക്ക് ചെയ്യുകയാണെങ്കിൽ, ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്നതൊക്കെ അവരുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. നോക്കൂ സഹോദര, ഇതാണ് തൗഹീദിന്റെ വില, ഇതാണ് തൗഹീദിന്റെ പ്രാധാന്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദ് പഠിക്കാനും പ്രാവർത്തികമാക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. റബ്ബ് നമ്മളെ സൃഷ്ടിച്ചത് അതിനു വേണ്ടിയാണ്. നിന്റെ കടയിലെ ബിസിനസ് നോക്കി നടത്താനല്ല, നിന്റെ ദുനിയാവിന്റെ ശുഗ്ലുകളിൽ, അതിന്റെ തിരക്കുകളിൽ നീ ജീവിക്കാനല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവനുള്ള ഇബാദത്തുകളിൽ നീ ഏകനാക്കാനും, അല്ലാഹുവിന് നീ ഇബാദത്ത് നൽകാനും, ശിർക്കിനോടുള്ള മരണം വരെയുള്ള പോരാട്ടത്തിൽ നീ ഏർപ്പെടാനും വേണ്ടിയാണ് അല്ലാഹു നിന്നെ പടച്ചിട്ടുള്ളത്. ഷിർക്കിനോടും മുശ്രിക്കുകളോടും നിന്റെ വെറുപ്പും നിന്റെ ദേഷ്യവും വിദ്വേഷവും നീ നിലനിർത്തേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് ചില സഹോദരങ്ങൾ പറയുന്നത് പോലെ രാജ്യം ഭരിക്കലാണ്, രാജ്യത്തിന്റെ ഭരണം ലഭിക്കലാണ് നമ്മുടെ പ്രബോധനത്തിന്റെ ലക്ഷ്യമെന്ന് ചിലർ പ്രഖ്യാപിക്കുന്നതിനായി റസൂലുള്ളാഹി പറയുന്നു, ഖിലാഫത്ത് ലഭിച്ചതിന് ശേഷവും ഭരണം ലഭിച്ചതിന് ശേഷവും റസൂലുള്ളാഹി പറയുന്നു, ഉമിർതു അൻ ഉഖാതില അന്നാസ് ഹത്താ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്നി റസൂലുള്ളാഹ് വഇഖാമിസ് സ്വലാ വഇതാഇസ് സകാത്ത്. ഉമിർതു, ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അൻ ഉഖാതില അന്നാസ്, ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ, ഹത്താ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ശരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണം കിട്ടിയതിനു ശേഷമാണ് ഇത് പറഞ്ഞത്. അപ്പോഴും അവിടുന്ന് തൗഹീദി ദഅവത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല. വഇഖാമിസ് സ്വലാത്തി വഇതാഇസ് സകാത്ത്, നമസ്കാരം നിലനിർത്തുകയും സകാത്ത് നൽകുകയും ചെയ്യുന്നത് വരെ അവരോട് പോരാട്ടത്തിലായിരിക്കാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വഇദാ ഫഅലൂ ദാലിക അഅസമൂ മിന്നി ദിമാഅഹും വഅംവാലഹും ഇല്ലാ ബിഹഖിൽ ഇസ്ലാം വഹിസാബുഹും അലാ അല്ലാഹി തബാറക വതആല. റസൂലുള്ളാഹി പറയുന്നു, അതവർ ചെയ്തു കഴിഞ്ഞാൽ, വഇദാ ഫഅലൂ ദാലിക, അപ്രകാരം അവർ പ്രവർത്തിച്ചാൽ, തൗഹീദ് അവർ പ്രാവർത്തികമാക്കിയാൽ, അഅസമൂ മിന്നി ദിമാഅഹും വഅംവാലഹും,
അവരുടെ രക്തവും അവരുടെ സമ്പാദ്യവും അവരിൽ നിന്ന് സുരക്ഷിതമാക്കിയിരിക്കുന്നു. വഹിസാബുഹും അലല്ലാഹി തബാറക വതആല, ബാക്കി അവരുടെ വിചാരണ അല്ലാഹുവിന്റെ അടുക്കലാണ്. നഹ്നു നഹ്കുമു ബിദ്ദവാഹിർ വല്ലാഹു യതവല്ല സറായിർ, നമ്മൾ പുറമേക്കുള്ള കാര്യങ്ങളാണ് പരിഗണിക്കേണ്ടത്. വല്ലാഹു യതവല്ല സറായിർ, അല്ലാഹുവാണ് മനുഷ്യരുടെ രഹസ്യങ്ങൾ പരിശോധിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. അതുകൊണ്ട് സഹോദര, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദര, ഈ തൗഹീദിന്റെ പൂർത്തീകരണത്തിനു വേണ്ടിയാണ് അല്ലാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഷിർക്കിൽ നിന്നും മുശ്രിക്കുകളിൽ നിന്നും അകന്നു നിൽക്കാനും താഗൂത്തുകളിൽ നിന്ന് വിട്ടു നിൽക്കാനും വജ്തനിബു താഗൂത്ത്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ താഗൂത്തുകളെ നിങ്ങൾ ആരാധിക്കരുത് എന്നല്ല പറഞ്ഞത്. വലാ തഅബുദു താഗൂത്ത് എന്ന് പറഞ്ഞില്ല. അതല്ലെങ്കിൽ വത്റുകു താഗൂത്ത്, നിങ്ങൾ താഗൂത്തുകളെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞില്ല. മറിച്ച് വജ്തനിബു താഗൂത്ത്, നിങ്ങൾ താഗൂത്തുകളിൽ നിന്ന് അകലം പാലിക്കുക, അവയെ നിങ്ങൾ വെടിഞ്ഞ് അവയോട് നിങ്ങൾ അകൽച്ച പ്രഖ്യാപിക്കുക എന്നാണ് അള്ളാഹു കൽപ്പിച്ചത്. അതുകൊണ്ട് സഹോദര, തൗഹീദ് പാലിക്കുകയും ഷിർക്കിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുന്നതുവരെ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം നാം പാലിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയച്ചത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് റസൂലുള്ളാഹി പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, لما بعث رسول الله صلى الله عليه وسلم معاذا إلى اليمن فقال, യമനിലേക്ക് മുആദിനെ അയച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, يا معاذ, ഹേ മുആദേ, إنك تأتي قوما من أهل الكتاب, വേദക്കാരിൽപ്പെട്ട ഒരു സമുദായത്തിലേക്കാണ് നീ പോകുന്നത്. فليكن أول ما تدعوهم إليه شهادة أن لا إله إلا الله وأني رسول الله. അതുകൊണ്ട് നീ അവരെ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത്, ആദ്യം ക്ഷണിക്കേണ്ടത് ഫൽയകുൻ, നിന്റെ ദഅവത്താകട്ടെ, നിന്റെ ദഅവത്തായി തീരട്ടെ. അൻ ഫൽയകുൻ അവല മാ തദ്ഊഹും ഇലൈഹി ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കാര്യമാണ് നീ ആദ്യം പറയേണ്ടത്. വല്ലാഹുൽ മുസ്തആൻ. മുസ്ലിം സമൂഹത്തിലെ എത്രയോ ആളുകൾ അവരുടെ ദഅവത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന് മദ്യത്തിനെതിരെയുള്ള സംസാരമായിരിക്കുന്നു, അതല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന അനാചാരങ്ങൾക്കെതിരെയുള്ള സംസാരമായിരിക്കുന്നു. തൗഹീദും ഷിർക്കും, തൗഹീദിലേക്കുള്ള ക്ഷണവും ഷിർക്കിൽ നിന്നുള്ള ശക്തമായ എതിർപ്പും ഇന്നാളുകളുടെ ദഅവത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതല്ലെങ്കിൽ കേവലം പരസ്പരമുള്ള വർത്തമാനങ്ങളും ചീത്തവിളികളും മാത്രമായി ദഅവത്തിന് മലിനമാക്കപ്പെട്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള ക്ഷണവും ഷിർക്കിൽ നിന്നുള്ള താക്കീതും നമ്മുടെ ദഅവത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ആദ്യത്തിൽ തന്നെ ഉണ്ടായിട്ടില്ലെങ്കിൽ, സഹോദര, എന്തിനു വേണ്ടിയാണ് നമ്മൾ മുസ്ലിം ആയത്? എന്തിനു വേണ്ടിയാണ് കലിമത്തു ഷഹാദ നാം പ്രഖ്യാപിക്കുന്നത്? അതുകൊണ്ട് ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണിത്. ഇതില്ലാതെ ഒരിക്കലും ഈ സമൂഹം നന്നാവുകയില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ അവർ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഇന്നമാ നസല അവ്വല മാ നസല മിൻഹു സൂറത്തുൻ മിനൽ മുഫസ്സൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ആദ്യമായി അവതരിച്ചത് സൂറത്തുൻ മിനൽ മുഫസ്സൽ, തൗഹീദിനെ കുറിച്ച് പറയുന്ന, സ്വർഗത്തെ കുറിച്ച് അറിയിക്കുന്ന, പരലോകത്തെ കുറിച്ച് അറിയിക്കുന്ന, നരകത്തെ കുറിച്ച് അറിയിക്കുന്ന സൂറത്തുകളാണ് ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത്. സൂറത്തുൻ മിനൽ മുഫസ്സൽ ഐ മിനൽ മുഹ്കം, മുഹ്കമായ ആയത്തുകളുള്ള, വ്യക്തമായ തൗഹീദ് പറയുന്ന, അല്ലാഹുവിനെ അറിയിച്ചു കൊടുക്കുന്ന ആയത്തുകളായിരുന്നു, സൂറത്തുകളായിരുന്നു ആദ്യം അവതരിച്ചത്. ഫീഹാ ദിക്റുൽ ജന്നതി വന്നാർ, അതിൽ പരാമർശിക്കപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാണ് സ്വർഗവും നരകവുമെല്ലാം. ഹത്താ ഇദാ സാബ അന്നാസു ഇലൽ ഇസ്ലാം, അങ്ങനെ ജനങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ നസലൽ ഹലാൽ വൽ ഹറാം, ഹലാലുകൾ ഏതൊക്കെയാണ്, ഹറാമുകൾ ഏതൊക്കെയാണ് എന്ന വിഷയം ഖുർആനിൽ അവതരിക്കാൻ തുടങ്ങി. വലൗ നസല അവ്വല ശൈഇൻ ലാ തശ്റബുൽ ഖംർ, അല്ലാഹു ആദ്യം അവതരിപ്പിച്ചത്
ലാ തശ്റബുൽ ഖംർ, നിങ്ങൾ കള്ളു കുടിക്കരുത് എന്നായിരുന്നെങ്കിൽ ലഖാലു ലാ നദഉൽ ഖംറ അബദ, ലഖാലു ലാ നദഉൽ ഖംറ അബദ, അവർ പറയുമായിരുന്നു ലാ നദഉൽ ഖംറ അബദൻ, ഒരു കാരണവശാലും ഒരിക്കലും ഞങ്ങൾക്ക് കള്ളു ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ തൗഹീദിലേക്ക് അവർ തിരിച്ചു വന്നപ്പോൾ, ഇസ്ലാമിന്റെ ആദർശത്തിലേക്ക് അവർ തിരിച്ചു വന്നപ്പോൾ എന്തുണ്ടായി? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഓരോ തവണയും വീണ്ടും വീണ്ടും റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വരുന്നു. എന്നിട്ട് റസൂലുള്ളാഹിയോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്ക് മദ്യത്തിന്റെ വിഷയത്തിൽ കൂടുതൽ വ്യക്തതയുള്ള ആയത്തുകൾ ഇറക്കാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. അവസാനം ഫഹൽ അൻതും മുൻതഹൂൻ എന്ന ആയത്ത് അവതരിച്ചു. കല്ലിൽ നിന്ന് നിങ്ങൾ വിരമിക്കുന്നില്ലേ എന്ന ആയത്ത്. അപ്പോൾ സഹാബികൾ പറഞ്ഞു, തഹൈന തഹൈന, ഞങ്ങളിതാ വെടിഞ്ഞിരിക്കുന്നു, ഞങ്ങളിതാ വെടിഞ്ഞിരിക്കുന്നു. സഹാബികൾ ഒന്നടങ്കം പ്രഖ്യാപിച്ചു. അതിനവരെ പ്രേരിപ്പിച്ചത് അടഞ്ഞുകിടന്ന മദ്യശാലകളല്ല, മറിച്ച് അവരുടെ മനസ്സുകളിൽ ഉണ്ടായിരുന്ന തൗഹീദായിരുന്നു. സമൂഹത്തിന്റെ നന്മയാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ, ഈ സമൂഹത്തെ സംസ്കാരത്തിലൂടെ നടത്തണമെന്നാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ, ഇവിടെ കാണുന്ന മൂലച്യുതികൾ അവയില്ലാതെയാക്കാനാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ, ഇവരെ നാം തൗഹീദിലേക്ക് എത്തിക്കുക, ഇവരെ നാം ഇസ്ലാമിലേക്ക് എത്തിക്കുക. അതിലൂടെ പരിഹാരം. ചില പണ്ഡിതന്മാർ പറയാറുള്ളത് പോലെ ഇസ്ലാം എല്ലാ കാലഘട്ടങ്ങളിലേക്ക് വിയോജിച്ചത് എന്നല്ല, മറിച്ച് ഇസ്ലാമാണ് കാലഘട്ടങ്ങളെ നന്നാക്കുന്നത്. ഇസ്ലാം എല്ലാ കാലഘട്ടങ്ങളിലേക്ക് യോജിച്ചത് എന്ന പ്രയോഗത്തെക്കാൾ നല്ലത് ഇസ്ലാമാണ് കാലഘട്ടങ്ങളെ നന്നാക്കുന്നത് എന്ന പദമാണ്. അതേ തൗഹീദാണ് മനുഷ്യനെ നന്നാക്കുന്നത്. ശിർക്കാണ് മനുഷ്യനെ തിന്മയുടെ അന്ധകാരങ്ങളിൽ തളച്ചിടുന്നത്. പുരോഹിതന്മാരും അതുപോലെ തന്നെ ഇവിടെ ആരാധിക്കപ്പെടുന്ന മറ്റ് ആൾ ദൈവങ്ങളാകട്ടെ വിഗ്രഹങ്ങളാകട്ടെ അവയാണ് ഈ സമുദായത്തെ നാശത്തിന്റെ അഗാധഗർത്തത്തിലേക്ക് വലിച്ചിറക്കുന്നത്. അതുകൊണ്ട് സഹോദര, തൗഹീദ് നീ നിന്റെ ജീവിതത്തിൽ പാലിക്കുക, നീ അത് പഠിക്കുക. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അറിയുക, നീ പഠിക്കുക. അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുമില്ല എന്ന കാര്യം നീ പഠിക്കുക. വീണ്ടും ശേഷം നീ പറയുക, ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ്, ഇതെന്റെ വഴിയാണ്, ഞാൻ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നു എന്ന് നീ പ്രഖ്യാപിക്കുക. അതുകൊണ്ട് മുസ്ലിമായ സഹോദര, കേവലം മണ്ണിന്റെ മേലെ ജീവിച്ചതിനൊരു ഭാരമായി മരിക്കേണ്ടവനല്ല നമ്മൾ, മറിച്ച് ഈ ഉമ്മത്തിനെ മാറ്റുകയും ഈ സമുദായത്തെ നരകത്തിൽ നിന്ന് പിടിച്ചു വലിക്കുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അന ആഖിദും ബിഹുജ്സികും, ഞാൻ നിങ്ങളുടെ ഊരക്ക് പിടിച്ച് നരകത്തിൽ നിന്ന് നിങ്ങളെ പിന്നോട്ട് വലിക്കുകയാണ്. അപ്രകാരം വലിക്കേണ്ടവരാണ് നമ്മൾ. വല്ലാഹുൽ മുവഫിഖ്. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه إلى يوم نلقاه أما بعد. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദഅവത്ത് ആരംഭിച്ചത് തൗഹീദിൽ നിന്നാണെന്ന് നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മരണം വരെ ആ തൗഹീദിലേക്ക് തന്നെയാണ് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയും അവിടുന്ന് ഏതൊരു ശിർക്കിൽ നിന്നാണോ മനുഷ്യരെ ആട്ടിയാകെത്തിയത് അതിൽ നിന്ന് വീണ്ടും വീണ്ടും താക്കീത് ചെയ്യുകയും തന്നെയാണ് ചെയ്തത്. അവിടുത്തെ മരണം വരെ അപ്രകാരമായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും ആയിഷ റളിയല്ലാഹു അൻഹയും ഉദ്ധരിച്ച ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിനു മുന്നേയുള്ള സംഭവമായി അവർ പറഞ്ഞു, لما نزل برسول الله صلى الله عليه وسلم طفق يطرح خميصة له على وجهه. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരണമാസന്നമായപ്പോൾ അവിടുന്ന് തന്റെ വസ്ത്രത്തിന്റെ ഭാഗം അത് തന്റെ മുഖത്തേക്ക് വലിച്ചിട്ടുകൊണ്ടിരുന്നു. فإذا اغتم بها كشفها عن وجهه. അങ്ങനെ റസൂലുള്ളാഹി അത് നീക്കുകയും അത്
മുഖത്തേക്ക് ഇടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ട് ഇടയ്ക്ക് ബോധം നഷ്ടപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നു. ഫഖാല വഹുവ കദാലിക്, ആ അവസ്ഥയിലായിരിക്കും റസൂലുള്ളാഹി പറഞ്ഞു, ആ അവസ്ഥയിലായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ, യഹൂദ നസ്രാനികളുടെ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ. اتخذوا قبور انبيائهم مساجدا, അവരവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി, ഇബാദത്തിനുള്ള സ്ഥലമാക്കി മാറ്റി. മസ്ജിദ് എന്ന് പറഞ്ഞാൽ ഇബാദത്തിനു വേണ്ടി പ്രത്യേകമാക്കുന്ന സ്ഥലം എന്നാണ് അർത്ഥം. അവരവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറിടങ്ങളെ ഇബാദത്തിന്റെ സ്ഥലങ്ങളാക്കി മാറ്റി. സ്വഹാബികൾ പറയുന്നു, നബി അപ്പോഴത് പറയാനുള്ള കാരണം തന്റെ സമുദായത്തെ അതിൽ നിന്ന് താക്കീത് ചെയ്യാൻ വേണ്ടിയാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത് എത്ര സത്യമാണ്. നിങ്ങളിലേക്ക് ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു, അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്നത് ആ പ്രവാചകന് പ്രയാസമുണ്ടാക്കുന്നു. നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്നത് റസൂലിന് പ്രയാസമാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ അങ്ങേയറ്റം ശ്രമിക്കുന്നയാളാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ റസൂലുള്ളാഹി അങ്ങേയറ്റം പരിശ്രമിക്കുന്നവനാണ്. മാത്രമല്ല നിങ്ങളോട് വളരെ കാരുണ്യവും അനുകമ്പയുമുള്ളയാളാണ്. നോക്കൂ, അവിടുത്തെ മരണത്തിന്റെ അവസ്ഥയിൽ ഇടയ്ക്ക് ബോധം പോവുകയും വരികയും ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിപ്പൊക്കിയ ഖബറുകളെ കുറിച്ച് താക്കീത് ചെയ്യുന്നു. 5 ദിവസങ്ങൾക്ക് മുന്നേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന് മുന്നേയുള്ള തൊട്ട് 5 ദിവസങ്ങൾക്ക് മുന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ രൂപത്തിലുള്ള വാക്കുകൾ തന്നെ പറഞ്ഞു. അലാ വഇന്ന മൻ കാന ഖബ്ലകും കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം വസാലിഹീഹിം മസാജിദ. അലാ, നിങ്ങൾ അറിയണേ, നിങ്ങൾക്ക് മുന്നേയുള്ള ആളുകൾ അവർ അവരുടെ പ്രവാചകന്മാരുടെ റസൂലുകളുടെ അവരിലെ സ്വാലിഹീങ്ങളുടെ ഖബറുകൾ കെട്ടിപ്പൊക്കിയിരുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ ഇനി അൻഹാകും അൻ ദാലിക്, മരിക്കുന്നതിന് തൊട്ട് 5 ദിവസങ്ങൾക്ക് മുന്നേ. അതുകൊണ്ട് നിങ്ങൾ ഖബറുകൾ ആരാധനാ കേന്ദ്രങ്ങളാക്കരുത്. നോക്കൂ നിങ്ങൾ, തൗഹീദിനോടും ശിർക്കിനോടും റസൂലുള്ളാഹി കാണിച്ച ഗൗരവമാണിത്. പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുറ്റും നിൽക്കുന്നവർ തൗഹീദ് പൂർത്തീകരിച്ച സഹാബികളാണ്. ഞാൻ മക്കയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് റസൂൽ അവസാനിപ്പിക്കുന്നില്ല. അല്ലാഹുൽ മുസ്തആൻ. സഹോദര, ഈ ഉമ്മത്തിന് എത്രമാത്രം ഇന്ന് തൗഹീദ് കേൾക്കേണ്ടത് അനിവാര്യമാണ്. തൗഹീദിന്റെ ആയത്തുകൾ അവരുടെ മനസ്സുകളിൽ കുത്തിവെക്കേണ്ടത് എത്രമാത്രം ഇന്ന് അനിവാര്യമാണ്. ചിന്തിക്കുക. ചുറ്റും കൂടി നിൽക്കുന്നവർ സഹാബികളാണ്. അവരോടാണ് റസൂലുള്ളാഹി ഇപ്രകാരം പറഞ്ഞത്, സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അതുകൊണ്ട് സഹോദര, വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരു ഹദീസ് കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. അബൂ വാഖിദ് അൽ-ലൈസി റളിയല്ലാഹു അൻഹു അദ്ദേഹം ധരിച്ച ഹദീസിൽ കാണാം, لما خرج رسول الله صلى الله عليه وسلم إلى حنين مر بشجرة المشركين. رسول الله صلى الله عليه وسلم അവിടുന്ന് ഹുനൈനിലേക്ക് പുറപ്പെട്ടപ്പോൾ മറ ബിശജറ ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളുടെ ഒരു മരത്തിന്റെ അടുക്കലൂടെ റസൂൽ നടന്നുപോയി. സഹാബികൾ പിന്നിലുണ്ട്. യുഖാലു ലഹാ ദാതു അൻവാത്ത്, ദാതു അൻവാത്ത് എന്നു പേരുള്ള ഒരു മരത്തിന്റെ അരികിലൂടെ റസൂൽ നടന്നുപോയി. അവർ ആ മരത്തിന്റെ മേലെ യുഅല്ലിഖൂന അലൈഹാ അസ്ലിഹതഹും, തങ്ങളുടെ വാളുകൾ ആ മരത്തിന്റെ മേലെ തൂക്കിയിട്ടുകൊണ്ടായിരുന്നു ഒരു ബറക്കത്ത് എടുത്തിരുന്നത്. ഫഖാലു യാ റസൂലല്ലാഹ്, അവർ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇജ്അൽ ലനാ ദാതു അൻവാത്ത് കമാ ലഹു ദാതു അൻവാത്ത്. റസൂലേ, ഞങ്ങൾക്ക് അവർക്കുള്ളതുപോലെ ഒരു ദാതു അൻവാത്ത് ഞങ്ങൾക്കും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഒരു കാര്യം അത്ഭുതമുണ്ടാവുകയോ അതല്ലെങ്കിൽ ഗൗരവമുള്ള ഒരു കാര്യം ഉണ്ടാവുകയോ ചെയ്താൽ പറയുന്ന വാക്കാണത്. ചില റിവായത്തുകൾ കാണാം, ലാ ഇലാഹ അല്ലാഹു അക്ബർ,
റസൂൽ പറഞ്ഞു സുബ്ഹാനല്ലാഹ് വല്ലാഹു അക്ബർ ഇന്നഹ സുനൻ. ഇത് തന്നെയാണ് മുൻഗാമികളുടെ ചര്യ. എന്നിട്ട് അദ്ദേഹം അവിടുന്ന് പറഞ്ഞു ഹാദാ കമാ ഖാല ഖൗമു മൂസ. മൂസയുടെ സമുദായം മൂസയോട് പറഞ്ഞതുപോലെയാണ് ഈ വാക്ക്. ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. മൂസ ഇജ്അൽ ലനാ ഇലാഹൻ, ഞങ്ങൾക്ക് ഒരു ഇലാഹിനെ ഉണ്ടാക്കിത്താ. കമാ ലഹും ആലിഹ, മുശ്രിക്കുകൾക്ക് എത്രയെത്ര ഇലാഹുകളാണുള്ളത്, ഞങ്ങൾക്കും ഈ ഒരു ഇലാഹിനെ നിശ്ചയിച്ചു തരണം എന്ന് പറഞ്ഞതുപോലെയാണ് ഇത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. വല്ലദീ നഫ്സി ബിയദിഹി ലതർകബുന്ന സുനന മൻ കാന ഖബ്ലകും. എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. നിങ്ങൾ മുൻഗാമികളുടെ ചര്യ അത് പിൻപറ്റുക തന്നെ ചെയ്യും. നോക്കൂ സഹോദര, ഇവിടെയെല്ലാം തൗഹീദിനോടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂക്ഷ്മത, ശിർക്ക് കടന്നു വരുന്ന വഴികളെ അവിടുന്ന് തടഞ്ഞതിലുള്ള ശക്തിയും ഗൗരവവും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അങ്ങേയറ്റത്തെ റഹ്മത്ത്, കാരുണ്യം, നബിയുടെ വാക്കുകളിലുള്ള ആ സംസാരത്തിലുള്ള ലാളിത്യം അതെല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ റസൂലുള്ളാഹി ശക്തമായി പ്രതികരിച്ചു. ഇങ്ങനെ എത്രയോ അനുഭവങ്ങൾ, എത്രയോ ചരിത്രങ്ങൾ ഹദീസുകളിൽ കാണാം. ഇസ്ലാമിക ഖിലാഫത്ത് ഉണ്ടായതിനു ശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ, തൗഹീദ് നിറഞ്ഞു നിൽക്കുന്ന ഇസ്ലാം ഇസ്സത്തിലുള്ള കാലഘട്ടത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഹജറുൽ അസ്വദ് ചുംബിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ ഹജർ ഇന്നി അഅലമു അന്നക ഹജറുൻ. എനിക്ക് തീർച്ചയായും അറിയാം നീ ഒരു കല്ല് മാത്രമാണ്. വല്ലാഹി ലൗ മാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക മാ ഖബ്ബൽതുക. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ലമാ ഖബ്ബൽതുക, ഞാൻ ഒരിക്കലും നിന്നെ ചുംബിക്കില്ലായിരുന്നു. നോക്കൂ നിങ്ങൾ, ഇതാണ് അമീറുൽ മുഅ്മിനീന്റെ നിലപാട്. എന്തിനാണ് അദ്ദേഹം അത് പറഞ്ഞാൽ? കല്ലത് കേൾക്കാൻ വേണ്ടിയല്ല, തന്റെ ചുറ്റുമുള്ളവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് സഹോദര, തൗഹീദിന്റെ കാര്യം നീ ചെറുതായി കാണരുത്. തൗഹീദിന്റെ കാര്യം നീ നിസ്സാരമാക്കരുത്. അത് ഏറ്റവും ഗൗരവമുള്ള വിഷയമാണ്, ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണത്. അതിലേക്ക് നീ തിരിച്ചു പോവുക. തൗഹീദിനെ നീ വീണ്ടും വീണ്ടും പുതുക്കിക്കൊണ്ടിരിക്കുക. എത്രയെത്ര പ്രാർത്ഥനകളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പറഞ്ഞിട്ടുള്ളത്. എത്രയെത്ര അദ്കാറുകളിൽ, രാവിലെയും വൈകുന്നേരവും നമസ്കാരത്തിന് ശേഷവുമുള്ള ദിക്റുകളിൽ എത്ര തവണയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. കേവലം നാവ് കൊണ്ട് ഉച്ചരിച്ചു വിടേണ്ട കേവലം വാക്കുകളാണോ അത്? നിന്റെ തൗഹീദിനെ പുതുക്കാനുള്ള വഴികളാണത്. നിന്റെ തൗഹീദിനെ പുതുക്കാനുള്ള വഴികളാണത്. എത്ര തവണയാണ് നമസ്കാരത്തിൽ നാം ഇയ്യാക നഅ്ബുദ് വഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നത്? ആയിരക്കണക്കിന് തവണ നമ്മളത് ആവർത്തിച്ചിട്ടുണ്ട്. അർത്ഥങ്ങളൊന്നും ചിന്തിക്കാൻ കേവലമില്ലാത്ത കേവലം ഒരു വാക്കായിരുന്നു അതെങ്കിൽ എന്തിന് സഹോദര ഒരു ദിവസം 5 നേരം അത് പറയണം? അതുകൊണ്ട് സഹോദര, നീ നിന്റെ തൗഹീദിനെ പുതുക്കുക, നീ നിന്റെ തൗഹീദിനെ നേരെയാക്കുക. അതിനാണ് നിന്റെ വിജയമുള്ളത്, അതിനാണ് ഈ ഉമ്മത്തിന്റെ വിജയമുള്ളത് എന്ന കാര്യം നീ മനസ്സിലാക്കുക. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.